ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. അങ്ങനെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. മൊത്തം 2 ബുക്കുണ്ട്. ഫസ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ഭൂമിയും ജീവലോകവും അഥവാ എർത്ത് ആൻഡ് ബയോസ്ഫിയർ എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ ചോദിച്ചിട്ടില്ലാത്തതും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയും ഉള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകൾ അറിയിക്കുക. അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭൂമിയും ജീവലോകവും എർത്ത് ആൻഡ് ബയോസ്ഫിയർ എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. ആദ്യം പറഞ്ഞോട്ടെ, ബയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്പിയറുകൾ ചേരുന്നതാണ് ബയോസ്ഫിയർ. അല്ലെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ, പ്രധാന കാര്യങ്ങൾ ചേരുന്നതാണ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ എന്നീ 3 സ്പിയേഴ്സ് ചേരുന്നതാണ് ബയോസ്ഫിയർ എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ബയോസ്ഫിയറിന്റെ 3 പ്രധാന ഘടകങ്ങളാണ് ഈ പറഞ്ഞ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ, അതുപോലെ തന്നെ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധിവസിക്കുന്ന ആ ഒരു ലെയർ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലകളും മണ്ണുകൾ കൊണ്ടും രൂപപ്പെട്ടിരിക്കുന്ന ഖര അവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയാം. അപ്പം കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ കർത്തം. ഇത് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പർവ്വതങ്ങൾ. അപ്പം വെറുതെ 900 മീറ്റർ ഹൈറ്റ് മാത്രം പോരാ, സമുദ്രനിരപ്പിൽ നിന്ന് ചെങ്കുത്തായ വശങ്ങളും വേണം പർവ്വതമാക്കണമെങ്കിൽ. ഇതൊക്കെ എന്താണ്? ഓരോരോ ഭൂരൂപങ്ങളാണ്. അതുപോലെ താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായിട്ടുള്ള വിശാല പ്രദേശങ്ങൾക്കായിരിക്കും നമ്മൾ സമതലങ്ങൾ അഥവാ പ്ലെയിൻസ് എന്ന് വിളിക്കുക. ഇത് സമതലം അഥവാ പ്ലെയിൻസ്, അതുപോലെ പർവ്വതങ്ങൾ, പീഠഭൂമികൾ. മറ്റൊരു ഭൂരൂപമാണ് പീഠഭൂമികൾ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഭൂരൂപങ്ങളായിരിക്കും നമ്മൾ പീഠഭൂമികൾ അഥവാ പ്ലേറ്റൂസ് എന്ന് വിളിക്കുക. ഡെക്കാൻ പ്ലേറ്റു ഒക്കെ എക്സാമ്പിൾ ആണ്. മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് മണ്ണ് അഥവാ സോയിൽ. മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് മണ്ണ്. അതെവിടെ കാണപ്പെടുക? ലിത്തോസ്ഫിയറിലാണ് കാണപ്പെടുക. നദികളിലെ അടിത്തട്ടിന്റെ ആഴം കൂടുന്നതിനുള്ള പ്രധാന കാരണമാണ് മണൽ വാരൽ അഥവാ സാൻഡ് മൈനിങ്. ഇനിയിപ്പോ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഹൈഡ്രോസ്ഫിയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബയോസ്ഫിയറിന്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതിലൊന്നാണ് ഹൈഡ്രോസ്ഫിയർ അഥവാ ജലമണ്ഡലം. ഖരം, ദ്രാവകം, വാതകം അവസ്ഥകളിൽ ഭൂമിയിൽ കാണപ്പെടുന്ന ജലമെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ജലമണ്ഡലം അഥവാ ഹൈഡ്രോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അതായത് ഖര, ദ്രാവക, വാതക അവസ്ഥകളിൽ ഭൂമിയിലുള്ള ജലം, അങ്ങനെ ഭൂമിയിലുള്ള മൊത്തം ജലത്തിനെ ആയിരിക്കും നമ്മൾ ജലമണ്ഡലം എന്ന് വിളിക്കുന്നത് അഥവാ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് മണ്ണുണ്ടാവുന്നത് എന്നുള്ള കാര്യം നോക്കാം. അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞും ഏൽക്കുന്ന പാറ പൊടിഞ്ഞ് രാസമാറ്റം ഉണ്ടാകുന്നു. അതിൽ സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശം കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് ഏകദേശം 1000-ലധികം വർഷം വേണം. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പലപ്പോഴും PSC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ഇപ്പോൾ പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണം. ഓക്കെ. അതുപോലെ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് ശുദ്ധജലം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ശുദ്ധജലം അഥവാ ഫ്രഷ് വാട്ടർ. ഇനിയിപ്പോൾ ഫ്രഷ് വാട്ടറിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഭൂമിയുടെ 2 ഭാഗവും ജലമാണ്. അതിൽ വെറും 3% മാത്രമേ ശുദ്ധജലമുള്ളൂ, അതായത് ഫ്രഷ് വാട്ടർ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് വെറും 1% മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ജലമുള്ളൂ. കാരണം ബാക്കിയുള്ളത് മുഴുവൻ ആർട്ടിക്, അന്റാർട്ടിക് റീജിയൻസിൽ മഞ്ഞ് പാളികളായിട്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് വലിയ ഹൈറ്റുള്ള പർവ്വതങ്ങളിൽ മഞ്ഞുകട്ടകളായിട്ട് രൂപാന്തരം പ്രാപിച്ച് കിടക്കുകയാണ്. ഓക്കെ. അതിലും വേറെ കുറച്ച് ഭാഗം ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കിടക്കുകയാണ്, ശുദ്ധജലമായിട്ട് കിടക്കുകയാണ്, നീരാവിയായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം കുടിക്കാൻ പറ്റുന്നത് ഏകദേശം 1% മാത്രമാണ്. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വായുപാളി അറിയപ്പെടുന്ന പേരാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ. അപ്പം 3 അകത്ത്
ബയോസ്ഫിയറിന്റെ 3 പ്രധാന ഘടകങ്ങളായിരുന്നു, മൂന്നെണ്ണം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഭൂമിയുടെ ബയോസ്ഫിയറിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ 3 ലേയേഴ്സ് നമ്മളിപ്പോൾ നോക്കി. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഔട്ടർ ലെയർ, ഹൈഡ്രോസ്ഫിയർ എന്തെന്നുള്ള കാര്യം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ എന്താണ്? അന്തരീക്ഷം. ഇനിയിപ്പോ അന്തരീക്ഷത്തിൽ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നൈട്രജനും ഓക്സിജനുമാണ് മേജർ കമ്പോണൻസ്. അതുപോലെ തന്നെ പൊടിപടലങ്ങൾ, നീരാവി ഒക്കെയും ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ അഥവാ അറ്റ്മോസ്ഫിയറിലുണ്ട്. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസത്തിന് കാരണം അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ ആണ്. മഴ, മഞ്ഞൊക്കെ രൂപം കൊള്ളുന്നത് അന്തരീക്ഷത്തിലാണ് അഥവാ അറ്റ്മോസ്ഫിയറിലാണ്. അതുപോലെ ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് റേസ്, അതുപോലെ ഗാമ റേസ് എന്നീ രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതും അന്തരീക്ഷമാണ് അഥവാ അറ്റ്മോസ്ഫിയർ ആണ്. അതുപോലെ മറ്റൊരാളെ പറ്റി പറയേണ്ടതായിട്ടുണ്ട്. അത് ശ്രീ ബാബു റാവു ഹസാരെ. ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ റാലെഗാൻ സന്ധി എന്ന ഗ്രാമത്തിലെ ജല ദൗർബല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ ബാബു റാവു ഹസാരെ. ഇദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം പെൻഷനായതിനു ശേഷം ഇദ്ദേഹത്തിന്റെ നാട്ടിൽ വന്നു. അവിടുത്തെ യുവാക്കളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ആ ഒരു നാട്ടിൽ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷി എന്ന് പറഞ്ഞാൽ കരിമ്പാണ്. പലപ്പോഴും വെള്ളം കിട്ടാതെ ഇത് നശിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ഇദ്ദേഹം കരിമ്പ് മാറ്റിക്കൊണ്ട് യുവാക്കളെ കൊണ്ട് ഉള്ളി കൃഷി ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ജല ദൗർബല്യമുള്ള പ്രദേശമായിരുന്നു ഈ പറഞ്ഞ റാലെഗാൻ സന്ധി എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഇദ്ദേഹം ഒരുപാട് പൊതു കിണറുകൾ കുഴിച്ചു. അതായത് എല്ലാവർക്കും ഓരോ വീടിനും ഓരോരോ കിണർ എന്ന കൺസെപ്റ്റ് മാറ്റി ഇദ്ദേഹം പൊതു കിണറുകൾ സ്ഥാപിച്ചു. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലെ ജല ദൗർബല്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ബാബു റാവു ഹസാരെ. ശ്രീ ബാബു റാവു ഹസാരെ. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രസക്തി. അപ്പം ഒരൊറ്റ വ്യക്തി ശ്രമിച്ചപ്പോൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റമാണ് ഉണ്ടായത്. വരണ്ട് ഉണങ്ങി വികസനമൊന്നും ഇല്ലാതെ കിടന്ന ഒരു സ്ഥലം ഇപ്പൊ നല്ലൊരു ടൗൺഷിപ്പായിട്ട് മാറി. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രസക്തി. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ റാലെഗാൻ സന്ധി എന്ന ഗ്രാമത്തിലെ ജല ദൗർബല്യം ഇല്ലാതാക്കുന്നതിനായിട്ട് പ്രവർത്തിച്ച വ്യക്തി ആരെന്നുള്ള കാര്യം ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആരാണ്? ശ്രീ ബാബു റാവു ഹസാരെയാണ്. അതുപോലെ സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സംയുക്തമാണ് കാർബൺ ഡയോക്സൈഡ്. കൂടുതലൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജപ്പാനിലെ നഗരങ്ങളിൽ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വർഷങ്ങളായിട്ട് നിലവിലുള്ള സംവിധാനമാണ് ഓക്സിജൻ പാർലറുകൾ. ഇനിയിപ്പോ ചിലപ്പോൾ ഇന്ത്യയിലും വന്നേക്കാം, ഡൽഹി പോലെയുള്ള പട്ടണങ്ങളിൽ വന്നേക്കാം. ഇപ്പൊ തന്നെ അന്തരീക്ഷത്തിലെ ശുദ്ധവായു പമ്പ് ചെയ്യുന്നതിന് കൂറ്റൻ യന്ത്രങ്ങൾ ഡൽഹി നഗരത്തിൽ ഉണ്ട്. ഭൂമിയിലെ ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. അതായത് 3 ലേയേഴ്സ് ഉണ്ടല്ലോ, ആ 3ഉം കൂടെ ചേരുന്നതാണ് ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ഏതൊക്കെയായിരുന്നു ആ 3എണ്ണം? കുറെ തവണ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു. ഏതൊക്കെയാണ്? ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ. ഇത് 3ഉം കൂടെ ചേരുന്നതായിരിക്കും ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. പ്രകൃതിയില് സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ അഥവാ നാച്ചുറൽ ഡിസാസ്റ്റർ. ഇതിനൊക്കെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയതാണ്. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിൽ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നിരങ്ങി നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. പശ്ചിമഘട്ടത്തിൽ തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അമ്പൂരി, വെള്ളിയാനി, ചീയപ്പാറ, പുല്ലൂരമ്പാറ. ഇപ്പൊ 2018 നമുക്കറിയാം തവളപ്പാറ അല്ലെ, 2019 തവളപ്പാറ. അമ്പൂരിയിൽ നമുക്കറിയാം തിരുവനന്തപുരം ബോർഡറാണ്, അവിടെ സ്ഥിരം ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട്. വെള്ളിയാനിയിൽ ഇടുക്കി ജില്ലയിൽ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് വെള്ളിയാനി, ചീയപ്പാറ. അതുപോലെ പുല്ലൂരമ്പാറ കോഴിക്കോട് ജില്ലയാണ് പുല്ലൂരമ്പാറ. അതുപോലെ മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത അത്രയും ജലം ഒഴുകി വരുമ്പോൾ അവ കര കവിഞ്ഞ് ഒഴുകുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും അതുപോലെ തന്നെ സേവനങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. വകുപ്പുകളും സംവിധാനങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനമാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് അഥവാ കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ അഥവാ ഹസാർഡ് വൾണറബിലിറ്റി
വൾനറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെൽ, അതുപോലെ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്രയുമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.